14 ജില്ലകളിൽ 5 ജില്ലകളിൽ ആദ്യത്തെ 5 റാങ്ക് വാങ്ങിയെടുത്തത് നമ്മുടെ സൈലം PSC തന്നെയാണ്. നമുക്ക് 26,500 മുതൽ 60,700 രൂപ വരെയാണ് നമുക്ക് ആ ഒരു സാലറി സ്കെയിൽ എന്ന് നമ്മൾ പറയുന്നു. ക്ലിയറൻസ് അലവൻസ്, HRA, മെഡിക്കൽ ഫെസിലിറ്റീസ്, പെൻഷൻസും അതേപോലെ റിട്ടയർമെന്റ് ബെനിഫിറ്റും പ്രൊമോഷൻസും ഇൻക്രിമെന്റും ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ആ ഒരു തസ്തികയിലേക്ക് നമ്മൾ കയറിയിട്ട് നമുക്ക് എന്താ പ്രൊമോഷൻസ് ഒക്കെ വാങ്ങി നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പദവിയിലൊക്കെ വരക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഉയരാവുന്നതാണ്. ഇപ്പം കേട്ടോ ഫാമിലിയുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാനും സമയം ചെലവഴിക്കാനും ഒക്കെ ഉള്ള നല്ല അവസരങ്ങൾ എന്ത് കിട്ടും നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആയിരിക്കും. ഒരു ഇല അനങ്ങണമെന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ അറിയണം എന്നൊക്കെ നമ്മൾ ചില സിനിമകളിൽ മറ്റു പറയുന്നുണ്ടല്ലേ. അതൊരു സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കാര്യം വേണമെങ്കിൽ പോലും ആര് വിചാരിക്കണം, നമ്മുടെ LD ക്ലർക്കുമാർ വിചാരിക്കണം. ഹലോ നമസ്കാരം, സൈലം PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പം നമ്മളിൽ ഒരുപാട് പേര് നമ്മുടെ അടുത്തൊരു LDC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാരാണ് അല്ലേ. കഴിഞ്ഞ LDC പരീക്ഷയിൽ നമ്മൾ 14 ജില്ലകളിൽ 5 ജില്ലകളിൽ ആദ്യത്തെ 5 റാങ്ക് വാങ്ങിയെടുത്തത് നമ്മുടെ സൈലം PSC തന്നെയാണ്. ഇനി അടുത്ത വരാൻ പോകുന്ന ഈ വർഷം അവസാനം നമുക്ക് വരാൻ പോകുന്ന LDC നോട്ടിഫിക്കേഷൻ 2027 നമ്മൾ അതിനുവേണ്ടി നമ്മൾ പരീക്ഷയും നമ്മൾ PSC നടത്തുന്നതായിരിക്കും. 2028 ഓഗസ്റ്റ് മാസത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ലിസ്റ്റ് നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു പുതിയ ബാച്ച് നമ്മുടെ സൈലം PSC ആരംഭിക്കുകയാണ്. നമുക്ക് ആ ഒരു പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നത് നമുക്ക് ജൂൺ 17 മുതലാണ് നമുക്ക് ആ ബാച്ച് ആരംഭിക്കുന്നത്. 1 വർഷമാണ് നമ്മുടെ കോഴ്സിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന LDC പരീക്ഷയുടെ ആ ഒരു കട്ട് ഓഫ് മാർക്കൊക്കെ എത്രയൊക്കെ ആയിരുന്നു, നമ്മുടെ ഓരോ ജില്ലകൾക്കും നമുക്ക് മെയിൻ ലിസ്റ്റിൽ എത്ര പേരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു LDC തസ്തികയുടെ അതിൻ്റെ എന്താണ് ആ ഒരു പ്രൊമോഷനൊക്കെ എങ്ങനെയൊക്കെയാണ്, LDC തസ്തികയുടെ ആ ഒരു ജോബ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ LDC പരീക്ഷ 2024 കഴിഞ്ഞ ആ ഒരു LDC പരീക്ഷയുടെ നമ്മൾ ആ ഒരു ലിസ്റ്റും കാര്യങ്ങളും നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തിരുവനന്തപുരം ജില്ലയ്ക്ക് നമ്മുടെ കട്ട് ഓഫ് മാർക്കായിട്ട് നമുക്കുണ്ടായിരുന്ന 72.67 മാർക്കായിരുന്നു. തിരുവനന്തപുരം ജില്ലയ്ക്ക് നമ്മൾ കട്ട് ഓഫ് മാർക്ക് 72.67 മാർക്കായിരുന്നു. മെയിൻ ലിസ്റ്റിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 1079 പേര് നമുക്ക് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. കൊല്ലം ജില്ലയിൽ 58.33 ആയിരുന്നു കട്ട് ഓഫ്. മെയിൻ ലിസ്റ്റിൽ 686 പേരുണ്ടായിരുന്നു. പത്തനംതിട്ടയ്ക്കാണ് എന്നുണ്ടെങ്കിൽ 58.33 തന്നെയായിരുന്നു. മെയിൻ ലിസ്റ്റിൽ 552 പേരും ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ 62.67 ആയിരുന്നു. മെയിൻ ലിസ്റ്റിലാണ് എന്നുണ്ടെങ്കിൽ 594 പേരുണ്ടായിരുന്നു. കോട്ടയത്ത് 64.67 ആയിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. 642 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ 62.33 ആയിരുന്നു കട്ട് ഓഫ്. 553 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. എറണാകുളത്ത് 67.67 ആയിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റ് 987 പേരും ഉണ്ടായിരുന്നു. തൃശ്ശൂരേക്ക് വരുമ്പോൾ 60.33 ആയിരുന്നു കട്ട് ഓഫ്. 898 ആയിരുന്നു നമുക്ക് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. പാലക്കാടേക്ക് ഒരു 64 അതേപോലെ നമുക്ക് മലപ്പുറത്തേക്ക് വരുമ്പോൾ 66 നമുക്ക് കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. പാലക്കാട് നമുക്ക് 721 പേര് മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് മലപ്പുറത്ത് 934 പേരാണ് മെയിൻ ലിസ്റ്റ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കോഴിക്കോട് 69.33 ആയിരുന്നു കട്ട് ഓഫ്. 811 പേര് മെയിൻ ലിസ്റ്റ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വയനാട് 67.67 ആയിരുന്നു. നമുക്ക് 339 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കണ്ണൂർ 57 ആയിരുന്നു കട്ട് ഓഫ്. 819 പേര് മെയിൻ ലിസ്റ്റിൽ വരുന്നുണ്ട്. കാസർഗോഡേക്ക് വരുമ്പോൾ 59.33 ആയിരുന്നു നമുക്ക് കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. നമുക്കവിടെ എത്ര പേരുണ്ടായിരുന്നു, 344 പേര് മെയിൻ ലിസ്റ്റിൽ നമുക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ലിസ്റ്റ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് നമുക്ക് വന്നിട്ടുള്ളത് എവിടെയാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് നമുക്ക് വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. 72.67 ആയിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ മെയിൻ ലിസ്റ്റിനകത്ത് ഉൾക്കൊള്ളിച്ചത് എവിടെ തന്നെയാണ്, തിരുവനന്തപുരത്ത് തന്നെയാണ്. 1079 പേര് മെയിൻ ലിസ്റ്റിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫിലേക്ക് നമ്മൾ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ പറയുന്ന കണ്ണൂരാണ് ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് നമുക്കുള്ളത്. 57 ആണ് നമുക്ക് കണ്ണൂരിലെ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ്. 57 ആണ് കണ്ണൂർ ജില്ലയ്ക്കായിരുന്നു ഏറ്റവും കുറവുണ്ടായിരുന്നത്. അവിടെ മെയിൻ ലിസ്റ്റ് നമുക്ക് എത്ര പേരുണ്ട്, 819 പേര് മെയിൻ ലിസ്റ്റിനകത്തേക്ക് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കുറഞ്ഞ ആൾക്കാരെ മെയിൻ ലിസ്റ്റിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വയനാടാണ്. 339 പേരാണ് വയനാട് നമുക്ക് എന്തുള്ളത് മെയിൻ ലിസ്റ്റിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ആൾക്കാർ മെയിൻ ലിസ്റ്റ് വരുന്നത് എവിടെയാണ്, വയനാടാണ്. 339 പേരാണ് നമുക്കുള്ളത്. അതിനുശേഷം നമുക്ക് ഏറ്റവും കുറവ് പേര് നമുക്ക് വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. 344 പേരുമാണ് കാസർഗോഡ് ജില്ലയിൽ മെയിൻ ലിസ്റ്റ് ഉൾക്കൊള്ളിച്ചത്. അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 59.33 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയിട്ട്
നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അടുത്തൊരു പരീക്ഷ നമുക്കിനി വരാൻ പോകുന്ന LDC പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറെടുക്കുക. ഈ ഒരു റേഞ്ചിൽ കട്ട് ഓഫ് ഈ ഒരു റേഞ്ചിനോ അല്ലെങ്കിൽ ഇതിന് മുകളിലോ നിൽക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകേണ്ടത് കേട്ടോ. ചിലപ്പോൾ കട്ട് ഓഫ് ഇതിന് താഴെ നമുക്ക് വരാവുന്നതാണ്, പക്ഷേ എന്നിരുന്നാൽ തന്നെയും കട്ട് ഓഫ് ഇതിനെക്കാട്ടിലും കൂടുതൽ വരും എന്നൊരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ പഠിച്ച് നമ്മൾ പ്രിപ്പറേഷൻസ് നമുക്ക് മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത് കേട്ടോ. അതായിരിക്കും നമുക്ക് നല്ലത്. സേഫ് സോണിലൊക്കെ വരാൻ നമുക്ക് അതാണ് നമുക്ക് നല്ലത് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ നമുക്ക് ഈ പറയുന്നതിനോട് നമുക്ക് ഈ ഒരു LD ക്ലർക്ക് പരീക്ഷ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളതിനെ നമ്മൾ പറയും നമുക്ക് എന്താണ് സാധാരണക്കാരൻ്റെ IAS പരീക്ഷയാണ് എന്നൊക്കെ നമ്മൾ എന്ത് പറയും അല്ലേ. ഇപ്പോൾ നമ്മൾ ഏതൊരു ഓഫീസിലേക്ക് നമ്മൾ ചെന്ന് കയറുകയാണ്, നിങ്ങൾ എന്ത് ആവശ്യത്തിന് നിങ്ങൾ ചെന്ന് കയറിയാലും നിങ്ങൾ ആദ്യം നമ്മൾ സമീപിക്കുന്ന ആരെയാണ്, നിങ്ങൾ അവിടുത്തെ ക്ലർക്കിനെയാണ്, LD ക്ലർക്കിനെയാണ് സമീപിക്കുക. ഒരു അപേക്ഷ കൊടുക്കുകയാണ്, LD ക്ലർക്കിനെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, സമീപിക്കുക. എല്ലാ കാര്യങ്ങളും ഒരു ഓഫീസിന് തുടക്കം കുറിക്കുന്നത് എവിടെ നിന്നാണ്, ഒരു LD ക്ലർക്കിൽ നിന്നാണ് തുടക്കം കുറിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യുന്നതും അതേപോലെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നതും ആരാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ പറയാം, നമുക്ക് ഈ പറയുന്ന LD ക്ലർക്കുമാരാണ് എന്ന് നമുക്ക് പറയാം. നമുക്ക് ഒരു സർക്കാർ ഓഫീസിനെ ചലനാത്മകമാക്കുന്ന ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് LD ക്ലർക്കുമാരാണ് എന്ന് എന്ത് ചെയ്യാം, നമുക്ക് പറയാതെ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പദവിയാണ് നമ്മുടെ LD ക്ലർക്കിൻ്റെ പദവി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ LD ക്ലർക്കിനകത്ത് നമുക്ക് ആ ഒരു തസ്തികയിലേക്ക് നമ്മൾ കയറിയിട്ട് നമുക്ക് എന്താ പ്രൊമോഷൻസ് ഒക്കെ വാങ്ങി നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പദവിയിലൊക്കെ വരക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഉയരാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ വിവിധ 110 ഡിപ്പാർട്ട്മെൻറ്റുകൾക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, LD ക്ലർക്ക് തസ്തികയിലേക്ക് നിങ്ങൾക്ക് പോകുന്നത്. കേരളത്തെ സർക്കാരിൻ്റെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, LD ക്ലർക്കിലേക്ക് നിങ്ങൾക്ക് നിയമനം നിങ്ങൾക്ക് ലഭിക്കാം. ഏറ്റവും കൂടുതൽ നിയമനങ്ങളൊക്കെ വരുന്നത് നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ പഞ്ചായത്തിലേക്ക് ഒരു LD ക്ലർക്കായിട്ട് നിങ്ങൾക്ക് നിയമനം ലഭിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻസും മറ്റും കിട്ടി നമുക്ക് എന്താണ് ഒരു സെക്രട്ടറി, ജൂനിയർ സെക്രട്ടറി തലങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഉയർന്നു വരാവുന്നതാണ്. ഇനി ഭാഗ്യമുണ്ടെങ്കിൽ ഒരു പഞ്ചായത്ത് സെക്രട്ടറി തലങ്ങളിലേക്ക് എന്ത് നിങ്ങൾക്ക് ഉയർന്നു വരാം. ഇനിയിപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡിഗ്രി യോഗ്യതയുള്ള ആളാണ്, നിങ്ങളുടെ ഫിസിക്കലും മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ മിനിസ്റ്റീരിയൽ പദവി എഴുതി പരീക്ഷ എഴുതി നിങ്ങൾക്ക് SI ഒക്കെ ആയിട്ട് മാറുക എന്ന് പോകാം. യൂണിഫോം പോസ്റ്റിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറാം കേട്ടോ. അപ്പോൾ LD ക്ലർക്ക് എന്ന് പറയുന്നത് അത്രത്തോളം ഒരു പ്രൊമോഷൻ സാധ്യതകളും മറ്റും നമുക്ക് കൊണ്ടുവരുന്ന ഒരു പദവിയാണ് LD ക്ലർക്ക് പദവി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ LD ക്ലർക്കായിട്ട് നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾക്കൊരു പ്രൊമോഷൻ നിങ്ങൾക്ക് UD ക്ലർക്കായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അവർ നിങ്ങൾക്ക് സീനിയർ ക്ലർക്കിലേക്ക് നിങ്ങൾക്ക് ഉയരാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഹെഡ് ക്ലർക്കിലേക്ക് നിങ്ങൾക്ക് ഉയരാവുന്നതാണ്. അവിടുന്ന് ജൂനിയർ സൂപ്രണ്ടൻ്റായിട്ടും സീനിയർ സൂപ്രണ്ടൻ്റായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ആയിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന പദവിയിലേക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊമോഷൻസും മറ്റും വാങ്ങി നിങ്ങൾക്ക് പോകാം. പക്ഷേ ചുമ്മാ പ്രൊമോഷൻസൊന്നും തരികയല്ല, അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് പരീക്ഷകളുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റ് പരീക്ഷകൾ കൃത്യമായിട്ട് എഴുതി പാസ്സായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉന്നത തലങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉയരാവുന്നതാണ്. അതാണ് നമ്മുടെ ആ ഒരു പ്രൊമോഷൻ ഗ്രോത്ത് പാത്ത് എന്ന് പറയുന്നത്. സാധാരണ ഉള്ളതിൻ്റെ കൂട്ടുള്ള നിങ്ങൾക്ക് എന്താണ് കാഷ്വൽ ലീവുകളെല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അല്ലാതുള്ള നമ്മുടെ ഒഫീഷ്യൽ ലീവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അല്ലാതുള്ള സിക്ക് ലീവ് മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. 20 കാഷ്വൽ ലീവുകൾ വരെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ വർക്കിംഗ് ഡേയ്സ് ഒക്കെ നമ്മൾ തിങ്കൾ മുതൽ വെള്ളി വരെ 5 ദിവസം മാത്രം ആക്കി മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ സൗകര്യമാണ് കേട്ടോ. ഫാമിലിയുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാനും സമയം ചെലവഴിക്കാനും ഒക്കെ ഉള്ള നല്ല അവസരങ്ങൾ എന്ത് കിട്ടും, നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആയിരിക്കും. ഓക്കെ, ഇനി LD ക്ലർക്കിൻ്റെ പ്രധാനപ്പെട്ട അവരുടെ ആ ഒരു ജോബ് പ്രൊഫൈൽ എന്താണ്, എന്തൊക്കെയാണ് അവർ ഉത്തരവാദിത്തങ്ങൾ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട് ക്ലർക്കിലായിട്ടുള്ള എല്ലാ ജോലികൾ നിർവഹിക്കുകയും ഓഫീസിലെ പ്രവർത്തനങ്ങളുടെ ആ ഒരു പ്രവാഹം നിലനിർത്തുകയും ചെയ്യുന്ന ആരാണ്, നമ്മുടെ LD ക്ലർക്കുമാർ. അത് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡെയിലി നടപടിക്രമങ്ങളും എല്ലാം നമ്മൾ എവിടെ നിന്നാണ് പോകുന്നത്, നമ്മൾ ഈ LD ക്ലർക്കുമാരിൽ നിന്നാണ് പോകുന്നത് കേട്ടോ. ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിന് ആരാണ് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത്, നമ്മുടെ ഈ പറയുന്ന LD ക്ലർക്കുമാരാണ്. കത്തുകൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അത്യാവശ്യമായുള്ള കത്തിടപാടുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്തെടുക്കുക. ഡേറ്റ എൻട്രി ജോലികൾ എന്ത് ചെയ്യുക, നിർവഹിക്കുക. ഫയൽ രജിസ്റ്ററുകളും അതേപോലെ ഇൻഡെക്സിങ്ങും മറ്റും ചെയ്ത് എന്ത് ചെയ്യുക, അത് പരിപാലിക്കുക. രേഖകൾ സ്വീകരിച്ചത് രേഖപ്പെടുത്തിയെടുക്കുക. മുതിർന്ന ഉദ്യോഗസ്ഥരെ കർത്തവ്യ നിർവഹണങ്ങൾ എന്ത് ചെയ്യുക, സഹായിക്കുക എന്നുള്ളത്. ഔദ്യോഗിക കത്തുകളും നോട്ടീസുകളും ടൈപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളത്. ഡ്രാഫ്റ്റുകളും സ്റ്റേറ്റ്മെൻറ്റുകളും എന്ത് ചെയ്യുക, തയ്യാറാക്കുക. ജീവനക്കാരുടെ ശമ്പള സ്ലിപ്പുകൾ എന്ത് ചെയ്യുക, തയ്യാറാക്കുക. ഉദ്യോഗസ്ഥർക്കായി പ്രധാന വിവരങ്ങൾ മറ്റും എന്ത് ചെയ്യുക, ശേഖരിക്കുക. റഫറൻസ് പുസ്തകങ്ങളുടെയും തിരുത്തൽ പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കുക. അതായത് സർക്കാർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട ജോലികളും ആര് ചെയ്യുന്നുണ്ട്, ഒരു LD ക്ലർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പറയത്തില്ലേ, ഒരു ഇല അനങ്ങണമെന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ അറിയണം എന്നൊക്കെ നമ്മൾ ചില സിനിമകളിൽ മറ്റു പറയുന്നുണ്ടല്ലേ. അതൊരു സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കാര്യം വേണമെങ്കിൽ പോലും ആര് വിചാരിക്കണം, നമ്മുടെ LD ക്ലർക്കുമാർ വിചാരിക്കണം. അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പദവിയാണ് ഏതെന്ന് പറയുന്നത്, LD ക്ലർക്ക് എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി LD ക്ലർക്ക് തസ്തികയിൽ നമുക്ക് അതിൻ്റെ ആ ഒരു സാലറി സ്കെയിലുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ നമുക്ക് പുതിയ ശമ്പള പരിഷ്കരണം നമുക്ക് വരുന്ന സമയത്ത് സാലറി സ്കെയിലുകൾ മറ്റും എന്ത് മാറും, ഇതിനേക്കാൾ ഉയർന്ന എന്താണ് ശമ്പളങ്ങളും മറ്റുമായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ കഴിഞ്ഞ നമുക്ക് ആ ഒരു LD ക്ലർക്കായിട്ട് കയറിയ ആൾക്കാർക്ക് അവരുടെ ആ ഒരു സാലറി സ്കെയില് എന്ന് പറയുന്നത് നമുക്ക് 26,500 മുതൽ 60,700 രൂപ വരെയാണ് നമുക്ക് ആ ഒരു സാലറി സ്കെയില് എന്ന് നമ്മൾ പറയുന്നു. ഇതിനകത്ത് നമുക്ക് എന്താണ് കുറച്ച് നമുക്ക് അലവൻസുകളും മറ്റും നമുക്ക് വരുന്നുണ്ട്. ഡിയറൻസ് അലവൻസ്, HRA, മെഡിക്കൽ ഫെസിലിറ്റീസ്, പെൻഷൻസും അതേപോലെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും പ്രൊമോഷൻസും ഇൻക്രിമെൻറ്റും ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് എന്താണ് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അവസാനം ഡിഡക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്കൊരു എത്രയാണ് ഒരു 23,000 മുതൽ 25,000 രൂപ വരെയുള്ള പേ സ്കെയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കയ്യിൽ ഇൻ ഹാൻഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അത് നമ്മുടെ പഴയ സ്കെയിലാണ്. ഇനി പുതിയ സ്കെയിൽ വരുന്നതിനനുസരിച്ച് ഇതിനകത്ത് എന്ത് ചെയ്യുന്നതായിരിക്കും, മാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് വരുന്നത് മാറ്റങ്ങൾ മറ്റും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു LD ക്ലർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പരീക്ഷയുടെ നമുക്ക് ആ പറയുന്ന വിവിധ കഴിഞ്ഞ പ്രാവശ്യം നടന്ന വിവിധ ജില്ലകളിലുണ്ടായിരുന്ന ആ കട്ട് ഓഫ് മാർക്കുകളും അതേപോലെ എന്താണ് ഒരു LD ക്ലർക്ക് ചെയ്യുന്നത് എന്നുള്ളതും അതിൻ്റെ പ്രൊമോഷൻ സാധ്യതകളുമാണ് എന്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈലം PSC അടുത്ത് നമുക്ക് നടക്കാൻ പോകുന്ന ഈ വർഷം അവസാനം 2026 നവംബർ അല്ലെങ്കിൽ ഡിസംബറിൽ നമുക്ക് വിളിക്കാൻ പോകുന്ന LD ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ നമ്മൾ ഈ വരുന്ന ജൂൺ മാസം 17-ാം തീയതി മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത് 1,999 രൂപ മാത്രമാണ് കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത്. കോഴ്സിൻ്റെ വാലിഡിറ്റി 1 വർഷമാണ്. കോഴ്സിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ് നമ്മുടെ പരീക്ഷയുടെ യോഗ്യത എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം 10ാം ക്ലാസ്സുകാർക്ക് മാത്രമല്ല +2 ഡിഗ്രി ഉള്ള എല്ലാവർക്കും എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു പരീക്ഷ എഴുതാവുന്നതാണ് കേട്ടോ. അത്യാവശ്യം ഇഷ്ടംപോലെ സമയം നമുക്കുണ്ട്. 2027 നമുക്ക് എന്ത് ചെയ്യാം, എക്സാംസ് മറ്റുമൊക്കെ നമുക്ക് നടക്കാനായിട്ട് പോകുന്നു. ആ ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷ നടക്കാൻ പോകുന്നു. അപ്പോൾ ഇഷ്ടംപോലെ സമയം നമ്മുടെ മുന്നിലുണ്ട്. 1 വർഷത്തിന് മേലുള്ള സമയം നമുക്ക് നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴേ തന്നെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പറേഷൻസോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സിമ്പിളായിട്ട് സിലബസ് വളരെ രസകരമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാവുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ LD ക്ലർക്കിൽ നമുക്ക് 14 ജില്ലകളിൽ ആദ്യത്തെ 5 റാങ്കുകൾ വാങ്ങിയെടുത്തത് നമ്മുടെ സൈലം PSC ആണ്. ഇത് വീണ്ടും അടുത്ത LD ക്ലർക്കിലും ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഉദ്യോഗാർത്ഥികളെ മികച്ച റാങ്കോട് കൂടിയിട്ട് ലിസ്റ്റുകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു.